പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു മനസ്സുമായാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരിക ഇന്ന് ഈ പ്രഭാതത്തിൽ. മറ്റൊന്നുമല്ല, നമുക്കറിയാം 2-3 ദിവസമായിട്ട് നമ്മുടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗബാധിതനായി ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ലോകം മുഴുവൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ നമ്മുടെ എല്ലാം പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളമാണ് മാർപ്പാപ്പ ഇന്ന് ഈ പ്രഭാതത്തിൽ കടന്നു വരുന്ന ഗുഡ് ന്യൂസ്. മാർപ്പാപ്പ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ്. നമുക്ക് സന്തോഷിക്കാൻ ദൈവത്തിന് നന്ദി പറയാം. അതിനേക്കാൾ ഉപരി 2 ദിവസം മുമ്പ് ഈ ചാനലിൽ മാർപ്പാപ്പ രോഗാവസ്ഥയായതിനെ തുടർന്ന് ലോകം മുഴുവൻ ഒരു വശത്ത് പ്രാർത്ഥിക്കുമ്പോഴും മറ്റൊരു വശത്ത് ഇന്നിതാ മാർപ്പാപ്പയ്ക്കെതിരെ മാർപ്പാപ്പ ആശുപത്രിയിൽ രോഗബാധിതനാണ് എന്നറിഞ്ഞ നിമിഷം മുതൽ ചില വിഷം തുപ്പുന്ന ചിലർ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുക, അങ്ങനെയുള്ളവരുടെ അതരത്തിൽ വിഷം തുപ്പുന്ന ചില കമൻറ്റുകൾ മാർപ്പാപ്പയ്ക്കെതിരെ ചിലരെല്ലാം ഇടുന്നത് കാണുവാനിടയായി. എന്നാൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തു, 2 ദിവസം മുമ്പ്. പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷം തോന്നി അത് കണ്ടിട്ട്. നിരവധി പേര് അത് കണ്ട് അതിന് ആ വീഡിയോയ്ക്ക് താഴെയിട്ട കമൻറ്റുകൾ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. നിരവധി വ്യക്തികൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ അവർ കമൻ്റ് ഇടുന്നത് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. എന്നാൽ ചിലരൊക്കെ വ്യക്തിപരമായിട്ട് എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ കൊടുക്കാറുണ്ട്. ആ വീഡിയോയിൽ ആ ഫോൺ നമ്പറിലേക്ക് നിരവധി കുറച്ച് വ്യക്തികളെല്ലാം ഫേക്ക് ഐഡിയിൽ നിന്നെല്ലാം വളരെ പരിഹസിക്കുന്ന രീതിയിൽ, വിമർശിക്കുന്ന രീതിയിൽ ചിലരൊക്കെ എന്നെ വിളിക്കുന്നു. തിരിച്ചു വിളിക്കുമ്പോൾ ഫേക്ക് ഐഡിയാണ്, എടുക്കുന്നില്ല. ചിലരൊക്കെ നമ്മൾ അപമാനിക്കുന്ന രീതിയിൽ കുറേ അതും ഇതൊക്കെ പറയുവാനിടയായി. എനിക്കിതിലൊന്നും ഒരു വിലയും ഞാൻ കാണുന്നില്ല, ഒരു പുല്ലിൻ്റെ വില. കാരണം ഇതിനേക്കാളേറെ നമ്മൾ പലതും കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നവരോട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ അതിനു വേണ്ടി എടുത്ത സമയം വല്ല വാഴയോ തെങ്ങോ എന്തെങ്കിലും നടാനുണ്ടെങ്കിൽ നട്ടിരുന്നെങ്കിൽ വല്ല ഫലം കിട്ടിയേനെ. അതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു പുത്തിരിയല്ല ഈ കാലഘട്ടത്തിൽ. എന്ന് സഭയോടൊപ്പം, മാർപ്പാപ്പയോടൊപ്പം സഭയ്ക്ക് വേണ്ടി ഈ ചാനൽ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് മാർപ്പാപ്പയുടെ പരിപൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുമായിട്ട് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനോടൊപ്പം ഷെയർ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ, അതായത് ഒരു നുണ ഒരു 10 പ്രാവശ്യം അടുപ്പിച്ച് പറയുമ്പോൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് കുർബാന തർക്ക വിഷയമെല്ലാം നിലവിലിരിക്കെ നമ്മുടെ വിശ്വാസത്തിനെല്ലാം മങ്ങലേൽക്കുന്നു എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ കുപ്രചാരണം അഴിച്ചുവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിതാന്ത ജാഗ്രതയോടുകൂടെ നമ്മൾ വർത്തിക്കണം. മറ്റൊന്നുമല്ല, ഇന്ന് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, ഇപ്പോൾ മാർപ്പാപ്പ രോഗബാധിതനായി അഡ്മിറ്റാണ്. സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം ആശുപത്രികളിലൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് കൊറോണ വന്നു പോയി, പ്രളയം, ഭൂകമ്പം, കൊടുങ്കാറ്റുകൾ, ലോസ് ആഞ്ചലസിൽ അമേരിക്കയിൽ തീപിടുത്തമുണ്ടായപ്പോഴെല്ലാം ചില തലയ്ക്ക് ബുദ്ധിയില്ലാത്തവർ ചോദിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ധ്യാനഗുരുക്കന്മാർ എവിടെ പോയി? അവർ ഉറങ്ങിപ്പോയോ? അവർക്ക് വേണമെങ്കിൽ മാർപ്പാപ്പയ്ക്ക് രോഗശാന്തി കൊടുത്തൂടെ? ഇല്ലെങ്കിൽ മാർപ്പാപ്പ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടെ? പ്രത്യേകിച്ച് കൃപാസനം, ആലപ്പുഴയുള്ള കൃപാസനം ജോസഫ് അച്ഛനെയും കൃപാസനം പത്രത്തെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകൾ വരുവാനിടയായി. അട്ടപ്പാടിയിലുള്ള വട്ടായിലച്ഛൻ എവിടെ പോയി? അണക്കരയിലുള്ള ഡൊമിനിക് അച്ഛൻ എവിടെ പോയി? ഡാനിയേൽ അച്ഛൻ എവിടെ പോയി? മറ്റ് ധ്യാനഗുരുക്കന്മാർ പനക്കൽ അച്ഛൻ എവിടെ പോയി? അങ്ങനെയുള്ള ഒരു വസ്തുതയുമില്ലാത്ത ചോദ്യങ്ങളുമായിട്ട് ചിലരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇവരുടെ വ്യക്തമായ അജണ്ട മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ. സഭയുടെ കൂദാശകളെയും സഭയുടെ പ്രവാചകന്മാരെയും സഭയുടെ ശുശ്രൂഷകളെയും എങ്ങനെയും മറ്റുള്ളവർക്ക് മുമ്പിൽ പരിഹസിക്കുക, കരുവാരിത്തേക്കുക എന്നൊരു വ്യക്തമായ അജണ്ട തന്നെയാണ് ഇവരുടെ മുന്നിലുള്ളത്. ഇവരോട് ഒന്നേ പറയുവാനുള്ളൂ, മറ്റൊന്നുമല്ല, നിങ്ങളുടെ നേരം പോക്കിന് വേണ്ടി കൊടുക്കുന്ന ഈ വൃത്തികെട്ട കമൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിനെതിരെ തന്നെ തിരിഞ്ഞു കൊത്തും എന്നുള്ള കാര്യത്തിൽ, അത് പക്ഷേ ഇപ്പോൾ കിട്ടണമെന്നില്ല ഇതിൻ്റെ അടി, വരാൻ പോകുന്ന കാലത്തിൽ. കാരണം സഭയ്ക്ക് വേണ്ടി 24 മണിക്കൂർ സ്വന്തം ജീവിതം സ്വയം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന കർത്താവിൻ്റെ പ്രവാചകന്മാർക്കെതിരെ, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ
100% ഉറപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നവർ സൂക്ഷിക്കുക, സൂക്ഷിക്കുക, സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, സാമൂഹ്യ മാധ്യമങ്ങൾ എത്രയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. എത്രയോ നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് ആ ഒരു സംഭവത്തെ ഉപയോഗിക്കാം. പക്ഷേ ആവശ്യമില്ലാത്ത സമയം ഇതിനു വേണ്ടി കണ്ടെത്തി കമൻറ്റുകളിട്ട് മറ്റുള്ളവരെ കൂടി അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ചില ദുഷ്ടശക്തികൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പിശാചിൻ്റെ പ്രവർത്തനം ഇന്ന് ഇവരിലൂടെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ ചില കാര്യങ്ങളെല്ലാം ജാഗ്രതയോടെ പ്രവർത്തിച്ച മതിയോ പ്രിയമുള്ളവരെ. ഇവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗശാന്തി വരത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, രോഗശാന്തി വരം ക്രിസ്തുവിൻ്റെ കാലത്തോളം അതിന് ചരിത്രമുണ്ട്. ക്രിസ്തു തുടങ്ങി വെച്ച അതേ ശുശ്രൂഷ ഇന്ന് സഭയിൽ, ഇതൊരു ക്യാരിസം, സഭയിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം തന്നെ ഉപയോഗിച്ച ഒരു ശുശ്രൂഷയാണ് രോഗശാന്തി ശുശ്രൂഷ. രോഗിലേപനം എന്നൊരു കൂദാശ പോലുമുണ്ട്. ഈ ഒരു ക്യാരിസത്തിലൂടെ നിരവധി പേരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക, കണ്ടു വിശ്വസിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ഇതിനു വേണ്ടി സൃഷ്ടിച്ചത്. ഇന്നത് ഈ ലോകത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ പ്രവാചകന്മാർ, ധ്യാനഗുരുക്കന്മാർ, ആത്മായ പ്രേക്ഷിതർ, അവരിലൂടെ കർത്താവ് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചിലരുടെയെല്ലാം ഉറക്കം കെടുത്തുന്നത്. രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ച് എവിടെയെങ്കിലൊക്കെ ഇതിൻ്റെ മറവിൽ ചിലർ മുതലെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു പേരിൽ ലോകം മുഴുവനുള്ള സഭയുടെ ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന ഗുരുക്കന്മാരെയും ആത്മായ ശുശ്രൂഷകളെയും അടച്ച് അധിക്ഷേപിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളിടുന്ന ഈ കമൻറ്റുകൾ നിങ്ങൾക്കെതിരെ തന്നെ തിരിഞ്ഞുകൊത്തുമെന്ന് അടിവരയിട്ട് പറയുക. ഇതൊരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ നേരം പോക്കായിരിക്കാം, നിങ്ങൾക്കിതൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു സമയമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ തലമുറകൾക്ക് തന്നെ നാശം വരാത്ത രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെ പ്രതികരിക്കുന്നവർ, വിമർശിക്കുന്നവർ ചിലതൊക്കെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് തന്നെ തുടങ്ങി വെച്ച വലിയൊരു ക്യാരിസമാണ്. ഇനി ഏതെങ്കിലും ഒരു വൈദികനോ ആത്മാവിനോ സ്വയം ചെയ്യാൻ, ഈ ശുശ്രൂഷ സ്വയം ചെയ്യാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയൂ. സ്വന്തം കഴിവുകൊണ്ട് ഈ ശുശ്രൂഷ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ഏതെങ്കിലും ധ്യാനഗുരുക്കന്മാരോ ആത്മായ പ്രേക്ഷിതരോ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം ചെയ്യേണ്ടതിന് ദൈവം ഈ ശുശ്രൂഷ എന്ന പലരിലൂടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്, എന്തിനാ ആശുപത്രികളെന്ന്. സഭ തന്നെയല്ലേ ആശുപത്രികളും തുടങ്ങി വെച്ചത്. ധ്യാനഗുരുക്കന്മാരും ധ്യാന കേന്ദ്രങ്ങളിലും രോഗശാന്തി ശുശ്രൂഷകൾ നടക്കുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ എന്തിനാണ് ആശുപത്രികൾ? രോഗികൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടവിടെ. അപ്പോൾ ഇത് ഉന്നയിക്കുന്നവരുടെ വ്യക്തമായ ഉദ്ദേശം മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലൊക്കെ സഭയെ കരിവാരി തേക്കുക, വിശ്വാസികൾ ഇതിൽ നിന്ന് അകറ്റുക. നമ്മൾ ഒരിക്കലും ഇവരുടെ കെണിയിൽ വീഴരുത്. അവർ ഇരുമ്പാണിന്മേലാണ് തൊഴിക്കുന്നതെന്ന് അവർക്കറിയുന്നില്ല. അതിൻ്റെ പതനം അവരുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അവർ ഈ കാലഘട്ടത്തിൽ കാണുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം കർത്താവിൻ്റെ പ്രവാചകന്മാർ ദൈവത്തിന് വേണ്ടി സ്വയം വ്യയം ചെയ്ത് ജീവിതം അതിനുവേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുവാൻ വേണ്ടി അഹോരാത്രം ഓടി നടക്കുന്നവരാ. അവർക്കെതിരെ നമ്മൾ കരങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ ദൈവം അത് കണ്ടു നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷകർക്കെതിരെയെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആരുടെയെങ്കിലൊക്കെ വാക്ക് കേട്ട് നമ്മൾ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, എന്തിനാണ് ധ്യാന കേന്ദ്രങ്ങളിൽ രോഗശാന്തി ശുശ്രൂഷകൾ നൽകുക? ഇവിടെ ഇതാ നമുക്കറിയാം, നമ്മുടെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ജോഷി മയ്യാറ്റിലച്ചൻ്റെ വാക്കുകൾ നമ്മുടെ കണ്ണുകളെ ആഴമായ ബോധ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും കൊണ്ടുപോകുന്നതാവണം. വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും എന്നുള്ളത് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്കും കൺവെൻഷനുകൾക്കും ഒക്കെ പൊതുവായുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ്. സത്യത്തിൽ അത് വളരെ ബിബ്ലിക്കലാണ് എന്ന് ഞാൻ പറയും. കാരണം ഈശോ എന്തു ചെയ്തോ അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ടൈപ്പ് ഈശോ പ്രഘോഷിച്ചു, പഠിപ്പിച്ചു. ഒപ്പം ഈശോ രോഗശാന്തി ശുശ്രൂഷയും ചെയ്തു. അതുകൊണ്ട് ഈശോ അന്ന് ചെയ്തത് ഇന്ന് സഭയിലൂടെ തുടരുന്നു
പ്രത്യേകിച്ച് കരിസ്മാറ്റിക് മേഖലയിൽ അത് തുടരുന്നു എന്നതാണ് ഞാൻ അവിടെ മനസ്സിലാക്കുന്നത്. രസകരമായ കാര്യം, ബൈബിളിൽ രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒപ്പം രോഗം വരുമ്പോഴുള്ള ചികിത്സയും ഇത് രണ്ടും സുന്ദരമായിട്ട് കൈകോർത്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ തന്നെയും നമുക്കത് കാണാം. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ അത് വളരെ രസകരമാണ്. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. എന്നിട്ട് വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ ആവശ്യം വളരെ ശക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. മാത്രമല്ല മരുന്നിനെക്കുറിച്ചും പറയുന്നുണ്ട്. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു, ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അപ്പോൾ മരുന്ന് മനുഷ്യന് ആവശ്യമാണ്, ബുദ്ധിയുള്ളവൻ അത് സ്വീകരിക്കും. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല, ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. 8-ാം വാക്യം വരെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് 9-ാം വാക്യത്തിൽ വളരെ രസകരമായൊരു സെൻറ്റൻസ്. എന്താണത്? മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. അപ്പോൾ പ്രാർത്ഥനയിലൂടെയുള്ള രോഗസൗഖ്യം അത് സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് ആണ്. അതേസമയം ചികിത്സയിലൂടെയുള്ള രോഗസൗഖ്യം അത് നാച്ചുറൽ ഹീലിംഗ് ആണ്. ബൈബിള് ഈ രണ്ടു കാര്യങ്ങളെയും സുന്ദരമായി സമ്മേളിപ്പിക്കുന്നുണ്ട്. പരസ്പരം തള്ളിപ്പറയുന്ന കാര്യങ്ങളല്ല ഇവ എന്നുള്ളതാണ്. ഇപ്പോൾ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ലൂക്ക, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, ഭിഷഗ്വരനായിരുന്നു. അപ്പോൾ അദ്ദേഹം പക്ഷേ യേശുവിൻ്റെ രോഗസൗഖ്യങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അപ്പസ്തോലന്മാരിലൂടെ നടന്ന രോഗസൗഖ്യങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അവിടെയുണ്ട്. മാത്രമല്ല ഈശോ രോഗശാന്തിക്ക് വേണ്ടി ആളുകൾ വന്നപ്പോൾ ഒരാളെപ്പോലും ഈശോ നിരുത്സാഹപ്പെടുത്തിയില്ലല്ലോ. മറിച്ച് സംശയം ഉണ്ടായപ്പോൾ അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ ഒരാളോട് ഈശോ പറഞ്ഞത് എന്താ? കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കുന്നു. അപ്പോൾ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും രോഗമുണ്ടാകുമ്പോൾ പുരോഹിതനെ വിളിക്കട്ടെ, ശ്രേഷ്ഠനെ വിളിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ ഒരു കൂദാശ പോലും ഉണ്ട്. 7 കൂദാശകളിലൊന്ന് രോഗീലേപനമാണല്ലോ. അതുകൊണ്ട് ഈ ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അത് ഒഴിവാക്കാനാവാത്തതും അതിനെ തള്ളിപ്പറയാനാവാത്തതുമാണ്. വളരെ വ്യക്തമാണ്. അതേസമയം യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചവർ ഒരിക്കലും നാച്ചുറൽ ഹീലിങ്ങിനെ അല്ലെങ്കിൽ ചികിത്സകളെ തള്ളിപ്പറയില്ല, ഔഷധത്തെ തള്ളിപ്പറയില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് അത് സഭയുടെ ഭാഗത്തു നിന്നുള്ളത്.